അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ എൻ്റെ വീട്ടിൽ ഉത്സവമായിട്ടോ. അപ്പം എനിക്ക് അതായത് അമ്പലത്തിൽ നമ്മുടെ ചോറ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ടോ. അപ്പോൾ അങ്ങനെ ചോറ് കഴിക്കാനും എന്നുള്ളത് കൊണ്ട് ഞാൻ ഉത്സവത്തിന് പോവാൻ പാടില്ല എന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ കയറാൻ പറ്റില്ലല്ലോ നമുക്ക്. പക്ഷേ ഞാൻ എന്താക്കി, അമ്പലത്തിൽ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി അമ്മ അമ്പലത്തിൽ നിന്ന് ഫുഡ് കൊണ്ടു തന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നു നൈറ്റ് പിന്നെ നമ്മുടെ എഴുന്നള്ളത്തൊന്നും കാണാൻ വേണ്ടി പോകാൻ പാടില്ല, വീട്ടിൽ നിന്ന് എവിടെയും പോകരുത്, വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിതൊക്കെ കാണണം എന്ന്, നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഓരോ ഇതുണ്ടാവുമല്ലോ ആഗ്രഹങ്ങൾ. അതേപോലെ അപ്പോഴും എനിക്ക് തോന്നിയ ആഗ്രഹമാണ് അമ്പലത്തിൽ ചോറ് കഴിക്കുക, എഴുന്നള്ളത്ത് കാണുക, ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 6 മണി 6:30 ആയപ്പോഴത്തേക്ക് അച്ഛമ്മേനെയും കൂട്ടിയിട്ട് അച്ഛമ്മയ്ക്ക് എഴുന്നള്ളത്ത് കാണാൻ പോകാനായിരുന്നു. അപ്പം എൻ്റെ കൂടെ നിൽക്കാൻ ആളില്ല കേട്ടോ. അപ്പം ഞാൻ എന്താക്കി, അച്ഛമ്മേൻ്റെ കൂടെ പോയേ പറ്റൂ. അങ്ങനെ ഞാൻ അച്ഛമ്മേൻ്റെ കൂടെ പോയി. അപ്പം അച്ഛമ്മേൻ്റെ കൂടെ അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് ഏട്ടൻ വിളിക്കുന്നത്, ഞാൻ അമ്പലത്തിൽ പോയോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഞാൻ വേഗം കുറച്ച് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് വഴിയിലോട്ട് മാറി നിന്നിട്ട് ഫോൺ എടുത്തു കേട്ടോ. അപ്പം ഇങ്ങനെ എന്നോട് ചോദിക്കുന്നുണ്ട്, നീ അമ്പലത്തിൽ പോയില്ലേ, അവിടുത്തെ സൗണ്ടും അനൗൺസ്മെൻറ്റൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, നീ അമ്പലത്തിൽ പോയില്ലേ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ വീട്ടിലേക്ക് കേൾക്കുന്നതാണ്, അത് മൈക്കിൽ സൗണ്ടാണ്, എൻ്റെ വീട്ടിലേക്ക് ശരിക്കും കേൾക്കാം, വീടിൻ്റെ അടുത്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അമ്പലത്തിലായിരുന്നു കേട്ടോ, പറഞ്ഞില്ല. അപ്പോൾ പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ നീ അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞു. കാരണം എൻ്റെയും കുട്ടീൻ്റെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ എൻ്റെ അപ്പോഴത്തെ ആഗ്രഹം എനിക്ക് പോകണം എന്നായിരുന്നല്ലോ, അതുകൊണ്ട് പോയതാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻറ്റി വിളിക്കുന്ന, അതായത് ഏട്ടൻ്റെ വല്യച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഏട്ടനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഏട്ടൻ എന്നെ വിളിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ. അവരിങ്ങനെ മരിച്ചെടുത്ത് പോകേണ്ടതൊക്കെ തിരക്കായി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു കേട്ടോ എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടത്. അപ്പോൾ പെയിനും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ നേരത്തെ പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. കാരണം അങ്ങനെ കുറേ ലേറ്റായിട്ടല്ലേ കുട്ടി ഉണ്ടാവുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ അമ്മ പറഞ്ഞു വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാമെന്ന്. ഏട്ടനും ഇല്ല, കാരണം വലിയച്ഛൻ മരിച്ചിട്ട് കോഴിക്കോട് പോയതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, ബസ്സിന് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിലേക്കുള്ള പാക്കിങ്ങൊക്കെ ചെയ്ത ബാഗുകളൊക്കെ ആയിട്ട് അച്ഛൻ ഒരു സ്കൂട്ടിയിൽ വന്നു, അച്ഛനും അനിയനും ഞങ്ങളെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനും അമ്മയും കൂടി വൈകുന്നേരം, അമ്മയ്ക്ക് പണിയൊക്കെ ഉണ്ടായിരുന്നു, പണിയൊക്കെ കഴിഞ്ഞ് ഒരു 5 മണി കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആദ്യത്തെ ദിവസം അന്ന് രാത്രിയാണല്ലോ അഡ്മിറ്റായത്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിറ്റേന്ന് രാവിലെ എന്നോട് പറഞ്ഞു ട്രിപ്പ് ഇടണം, വേദന വരാനുള്ള ട്രിപ്പ് ഇടണം, രാവിലെ തന്നെ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് ലേബർ റൂമിലേക്ക് വന്നേക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, കാരണം ഏട്ടന് അടുത്തില്ല, എങ്ങനെ പോകും, ഇനിയിപ്പം വേദന വന്ന് പ്രസവിച്ചാലും ആളുണ്ടാവില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യത്തെ ദിവസം പോയി ട്രിപ്പ് ഇട്ടു, വേദനയില്ല, ഒന്നുമില്ല. അങ്ങനെ തിരിച്ച് വൈകുന്നേരം രാവിലെ പോയി ട്രിപ്പ് ഇടും, അവിടെ കിടക്കും, ഫുഡൊക്കെ അവിടേക്ക് തരും. അങ്ങനെ 2-3 ദിവസം തുടർച്ചയായിട്ട് ഇത് തന്നെയായിരുന്നു കേട്ടോ. രാവിലെ പോവും, ട്രിപ്പ് ഇടും, വേദനയില്ല, ഒന്നുമില്ല, തിരിച്ച് വൈകുന്നേരം റൂമിൽ വരും. ഇതേ അവസ്ഥയായിരുന്നു കേട്ടോ. അമ്മയ്ക്കാണെങ്കിലും പാവം, അമ്മ പുറത്തിരുന്ന് ഇങ്ങനെ, അവർക്ക് ബോറടിക്കുമല്ലോ, പുറത്തിരുന്ന് ഒന്നുമില്ല, വേദനയില്ല, കാര്യങ്ങളുമില്ല. അങ്ങനെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളെന്താക്കി, അങ്ങനെ ഒരു ദിവസം ഈ ലേബർ റൂമിൻ്റെ ഉള്ളിലേക്ക് ഈ ഹസ്ബൻഡിനെയൊക്കെ ഇടയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് വിടും കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരുടെ ഹസ്ബൻഡൊക്കെ വന്ന് സമാധാനിപ്പിച്ചിട്ടും ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ പോകും. പക്ഷേ എന്നെ കാണാൻ ആരും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, എന്നെ കാണാൻ ആരും വരുന്നില്ല, എനിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സിസ്റ്റർ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്, അശ്വിനിനെ കാണാൻ ആരാ വന്നിരിക്കുന്നതെന്നൊന്ന് നോക്കുമെന്ന്
പറഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമാണോ സ്വപ്നമാണോ എന്നൊന്നും അറിയില്ല. കാരണം ആ ഒരു ടൈമിൽ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ആൾ, കാരണം മരിച്ചിട്ട് പോയതൊക്കെയാണ്, എന്നാലും നമുക്കൊരു വിഷമമല്ലേ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ മേടിച്ചത്, പിന്നെ ഫുള്ള് ആളെൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എന്തായാലും വേദനയും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ എനിക്ക് പെട്ടെന്ന് പനി വന്നു കേട്ടോ. പനി വന്നപ്പോഴത്തേക്കും പിന്നെ എന്നെ റൂമിലോട്ട് തന്നെ വിട്ടു. പനി മാറിയിട്ട് പിന്നെ വേദനയൊക്കെ ഉള്ളത് ഒക്കെ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പനിയൊക്കെ ആയി. അപ്പോൾ എല്ലാവർക്കും പേടിയായി. പനിയൊക്കെ ആയപ്പോൾ ഇനി എന്താകും എന്നുള്ളതായിട്ടോ. അങ്ങനെ ഡോക്ടർ പറഞ്ഞ 2-ാം തീയതി എന്നുള്ള ഒരു ഡേറ്റ് വന്നു, ജനുവരി 2. അപ്പം ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമില്ല, സിസേറിയൻ ചെയ്യാം, വേദന കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ 2-ാം തീയതി രാവിലെ ഒരു മരുന്നും കൂടി വെച്ച് നോക്കാം, എന്നിട്ട് വേദന വന്നില്ലെങ്കിൽ സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സംഭവിച്ചു. വേദനയും കാര്യങ്ങളൊന്നും വന്നില്ല. അങ്ങനെ സിസേറിയൻ എന്നുള്ള കടമ്പയിലോട്ട് കടന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഒരു 6 ദിവസമായി കേട്ടോ. അങ്ങനെ സിസേറിയനിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര സങ്കടം. കാരണം നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ സിസേറിയനൊക്കെ ചെയ്ത് ചിലപ്പോൾ കുട്ടീനെ കിട്ടും, ചിലപ്പോൾ അമ്മേനെ കിട്ടും, ചിലപ്പം അങ്ങനെയുള്ള മരിക്കുമോ എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. കാരണം അന്ന് ഒരു പക്വതയില്ലായ്മയായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയായിരുന്നു, കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ഏട്ടൻ നിങ്ങൾ നല്ല അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കുട്ടീനെ നല്ലോണം നോക്കണം എന്നുള്ള പറയുമായിരുന്നു കേട്ടോ. എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഏട്ടനും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമായിട്ടോ. കാരണം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയായി. അങ്ങനെ സിസേറിയൻ ചെയ്തു. ഒരു 8:30 ആയപ്പോഴത്തേക്കും കുഞ്ഞിനെ എടുത്തു കേട്ടോ. അപ്പം ആദ്യം അമ്മയൊക്കെ പറയുമായിരുന്നു കേട്ടോ, കൊച്ചിനെയും കൊണ്ട് സിസ്റ്റർമാർ പുറത്ത് കാണിക്കാൻ പോയപ്പം കൊച്ചിനെ കൊണ്ട് പുറത്തേക്ക് പോയപ്പോഴത്തേക്ക് കൊച്ചിനെ നോക്കുന്നില്ല എന്ന്. എന്താണെന്ന് ചോദിച്ചപ്പോൾ അതായത് അവൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ കൊച്ചിനെ കാണുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രം കൊച്ചിനെ എടുത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആൾ പറയുമായിരുന്നു എന്നെപ്പോലെ ആവണം കൊച്ച്, അതായത് ആളെപ്പോലെ ആവണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് കേട്ടോ. അതായത് റെഡ് ചുണ്ട്, വെളുത്ത മുഖം, എന്നെ ടോട്ടലായിട്ട് പുള്ളിനെ പോലെ വേണം എന്നുള്ള ഒരാഗ്രഹം ആൾക്കുണ്ടായിരുന്നേ. അപ്പം എനിക്ക് കൊച്ചിനെ കാണിച്ചു തരുന്ന ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എൻ്റെ കണ്ണിൽ കൂടിയൊക്കെ വെള്ളം ഇങ്ങനെ വന്നു, എനിക്ക് കരച്ചിൽ വന്നു കൊച്ചിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോഴത്തേക്കും. കാരണം ഫുൾ ആളെപ്പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. മോനായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, കാരണം ഫുൾ ആളെപ്പോലെ തന്നെ. അപ്പം ഞാൻ സിസ്റ്ററോട് അയ്യോ ഇത് ഏട്ടനെ പോലെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കരയുന്നത്. എന്നിട്ട് സിസ്റ്റർ പറഞ്ഞു ഒരു ഉമ്മ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ഉമ്മ കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു നിമിഷം നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം 7 വർഷം എന്നുള്ളത് നമ്മൾ കൊച്ചിന് വേണ്ടി കാത്തിരുന്നിട്ട്, അതേപോലെ വയറ്റിലുള്ള സമയത്താണെങ്കിൽ, ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണെങ്കിൽ ആൾ വിളിച്ചാൽ അനങ്ങും കേട്ടോ കൊച്ച്. അങ്ങനെ മടിയിൽ കിടന്ന് അച്ഛൻ്റെ മുത്ത എവിടെയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മോന് നന്നായിട്ട് അനങ്ങുമായിരുന്നു കേട്ടോ. മോന് അനങ്ങാത്ത സമയത്ത് ഞാൻ പറയും വിളിക്ക് എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ചക്കര എവിടെ, അച്ഛൻ്റെ മുത്ത എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വിളിക്കുമ്പോൾ കൊച്ച് നന്നായിട്ട് അനങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇതാക്കി പിന്നെ റൂമിലേക്ക് ആൾ എന്നെ കാണാൻ വന്നു. അങ്ങനെ റൂമിലേക്ക് മാറ്റാൻ വൈകുന്നേരം ഒരു ദിവസം നമ്മൾ ICUവിൽ കിടക്കണം, പിന്നെയാണ് റൂമിലേക്ക് മാറ്റുക. അപ്പോൾ ആ ഒരു ദിവസം എനിക്ക് ശരിക്കും അനസ്തേഷ്യയൊക്കെ വെച്ചത് കൊണ്ട് ശരിക്കും ഇടയ്ക്ക് മയങ്ങിപ്പോവും, ഇടയ്ക്ക് ഉണരും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. എന്നാലും കൊച്ചിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ശരിക്കും ഒരു സായിപ്പിനെ പോലെയായിരുന്നു കേട്ടോ, വെളുത്ത് നല്ല ചുവന്ന ചുണ്ടൊക്കെ ആയിട്ട്. അപ്പം അത് നമ്മുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു എന്താ പറയുക ഇൻസിഡൻ്റ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ ആ സീനൊന്നും. ഇപ്പോഴും ഞാൻ ഈ പറയുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ റൂമിലേക്ക് പിറ്റേന്ന് രാവിലെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ നടന്ന് തന്നെ നമ്മൾ റൂമിലേക്ക് പോകണം. അങ്ങനെ ഞാൻ സ്റ്റെപ്പ് കയറി, ആളെന്നെ പിടിച്ചു. അങ്ങനെ സ്റ്റെപ്പ് കയറി റൂമിൽ പോയി. അങ്ങനെ പിന്നീട് പാല് കൊടുക്കാനും കുട്ടിക്ക് കുടിക്കാനും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പം അതും നമ്മളെ ഒന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു സന്തോഷം തരുമ്പോഴത്തേക്കും ഒരു വിഷമം. പിന്നീട് ആ പാല് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായി, കുട്ടിക്ക് കുടിക്കാൻ അറിയാത്ത രീതിയിലൊക്കെ ആയി. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അവിടുന്ന് പിന്നെ ഒരു 6 ദിവസം കഴിഞ്ഞ്, ഞങ്ങൾ ടോട്ടലി 12 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിലാക്കിയിട്ട് പിന്നെ ആളുടെ വല്യച്ഛൻ മരിച്ചിരുന്നു എന്ന് പറഞ്ഞില്ല, അതിൻ്റെ 16-ന് പോയി. അപ്പം എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചത്. എൻ്റെ അമ്മമ്മയാണ് എന്നെ നോക്കിയിരുന്നത്. അച്ഛനും അമ്മയും രാത്രി കിടക്കാൻ വരും ക്വാർട്ടേഴ്സിൽ. അങ്ങനെ കുറേ സിറ്റുവേഷനിലൂടെയാണ് കേട്ടോ ഞങ്ങൾ പോയിരുന്നത്. അങ്ങനെ റോഡ് സൈഡിലുള്ള ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു കേട്ടോ. പകൽ മൊത്തം ഞാനും അമ്മമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ, രാത്രി അച്ഛനും അമ്മയും വരും. അങ്ങനെ ഒരു ദിവസം എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് കുറേ ആൾക്കാർ എന്നെ കാണാൻ വന്നു കേട്ടോ. ഡെലിവറി കഴിഞ്ഞ് കിടക്കല്ലേ. അപ്പം കാണാൻ വന്ന സമയത്ത് അച്ഛനും അമ്മയും പറഞ്ഞു, ഇന്ന് ഞങ്ങൾ കിടക്കാൻ വരില്ല, ഇന്ന് നിങ്ങൾ തന്നെ കിടക്കണം, അവരെല്ലാവരും വിരുന്നുകാരുള്ളതല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ രാത്രി എനിക്കിങ്ങനെ വണ്ടി പോകണ ഒച്ചയൊക്കെ കേൾക്കാം. രാത്രി അപ്പോൾ അനിയനും ഏട്ടനും കൂടി ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ വന്ന് അവർ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അമ്മമ്മയും ഞാനും അനിയനും ഏട്ടനുമാണ് ക്വാർട്ടേഴ്സിൽ നിന്ന്. രാത്രി ഒരു ജീപ്പ് പോകണ ഒച്ച കേട്ടു കേട്ടോ ക്വാർട്ടേഴ്സിൽ ഞങ്ങൾ കിടക്കുന്ന സമയത്ത്. അപ്പോൾ പോലും എന്താണെന്ന് നമുക്കറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അനിയന് കോള് വന്നു, അച്ഛന് തീരെ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം അനിയനും ഏട്ടനും കൂടി വേഗം എണീറ്റ് വണ്ടി സ്റ്റാർട്ടാക്കി അവർ പോയിട്ടോ. അച്ഛന് എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പം അങ്ങനെ പോയി. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് നെഞ്ചുവേദനയായിട്ട് അച്ഛൻ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്നുള്ളത്. അറ്റാക്കായിരുന്നു കേട്ടോ. അപ്പം എന്നെ അപേക്ഷിച്ച് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് സന്തോഷത്തോടെ നമുക്ക് 7 വർഷം കഴിഞ്ഞൊരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക, സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം എല്ലാവരും പറയണത്, അമ്മയില്ല, അമ്മമ്മ മാത്രമേ ഉള്ളൂ. അമ്മയും ഹോസ്പിറ്റലിൽ, അച്ഛനും ഹോസ്പിറ്റലിൽ, എല്ലാവരും ഹോസ്പിറ്റലിൽ. ഞാൻ ആ കൊച്ചിനെയും കൊണ്ട് എങ്ങനെ നിൽക്കും എന്നുള്ള ഒരു ഘട്ടത്തിലൂടെ ആയിരുന്നു കേട്ടോ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അത്രയ്ക്കും എനിക്ക് ഷോക്കായിരുന്നു. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് 14-ാമത്തെ ദിവസമായിരുന്നു അച്ഛനിങ്ങനെ സംഭവിക്കുന്നത്. അപ്പം എനിക്ക് അച്ഛനെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛൻ ഇനി തിരിച്ച് ലൈഫിലോട്ട് വരില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും കാണാൻ പോയി വന്നവർക്കൊക്കെ മുഖത്തൊരു സന്തോഷമില്ല. കാരണം അച്ഛൻ പോയി എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയായിരുന്നു അച്ഛൻ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനിങ്ങനെ സീരിയസ് ആണ് എന്ന് പറഞ്ഞു. അപ്പം ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ആ കാര്യം. ഇങ്ങനെ സീരിയസ് ആണ്, കുഴപ്പമില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛനെ കാണാൻ നമുക്കൊന്ന് പോയാലോ കൊച്ചിനെയും കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കാർ എടുത്ത് വന്ന് ഏട്ടനും ഞാനും കൊച്ചും ഏട്ടൻ്റെ ചേച്ചിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയി, അച്ഛമ്മേനെയും കൊണ്ടുപോയി. അച്ഛമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അച്ഛനെ കാണാൻ പോയി. അപ്പോൾ കാണാൻ പോയപ്പോൾ പോലും എനിക്ക് അത്രയ്ക്കും സീരിയസ് ആയിരിക്കുക എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. കാരണം അച്ഛനാണ് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ട് തരുന്നതും. നമ്മൾ വീട്ടിലല്ലല്ലോ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ക്വാർട്ടേഴ്സിൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. അമ്മ അച്ഛൻ്റെ അടുത്ത് കൊടുത്തു വിടുകയാണ് കേട്ടോ ചെയ്തിരുന്നത്, ഉച്ചയ്ക്കും രാവിലെയും. അപ്പോൾ അച്ഛൻ ഉച്ചയ്ക്കൊക്കെ വന്നിട്ട് കൊച്ചിനടുത്ത് കളിപ്പിക്കും. അപ്പം ഒരച്ഛന് നമ്മളോടുള്ളൊരു സ്നേഹം എനിക്ക് അപ്പോഴാണ് കേട്ടോ ഫീൽ ചെയ്തത്. കാരണം ഞാനൊരു അമ്മയായപ്പോഴാണ് നമുക്ക് മക്കളോടുള്ളൊരു സ്നേഹം അത്രയ്ക്കും ഫീലായത് കേട്ടോ. അപ്പോൾ അച്ഛൻ അത്രയ്ക്കും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പകൽ വന്നിട്ട് ബോറടിക്കുന്നുണ്ടോ, അങ്ങനെ കിടക്കുക ഇങ്ങനെ കിടക്കുക, കൊച്ചിനെ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി എന്നൊക്കെ പറഞ്ഞ ആൾ പെട്ടെന്ന് ഒരു ദിവസം എന്താ പറയുക, ഉച്ചയ്ക്ക് വരാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ അച്ഛനെ കാണാൻ പോയ ഒരു സമയത്ത് അച്ഛൻ മിണ്ടുന്നില്ല, നോക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഞാനും അച്ഛമ്മയാണ് കയറി കണ്ടത്. കാരണം അത് ഞങ്ങൾ അവസാനമായിട്ടാണെന്ന് കാണുന്നെന്നുള്ള രീതിയിലാണ് ഞങ്ങളെ കൊണ്ടുപോയത് കേട്ടോ. പക്ഷെ എന്തോ എൻ്റെ പ്രാർത്ഥന കൊണ്ടോ എൻ്റെ വീട്ടുകാരുടെ ഭാഗ്യം കൊണ്ടോ അച്ഛൻ തിരിച്ചു വന്നു കേട്ടോ.
പക്ഷേ ഈ ഒരു സമയത്തും എല്ലാവരും പറഞ്ഞിരുന്ന ഒരു വേർഡ് ഉണ്ട് കേട്ടോ. എൻ്റെ കുട്ടി, അതായത് എൻ്റെ കുട്ടി ഉണ്ടായ പിന്നെ അച്ഛനാണ് കുട്ടി, കാലനാണ് അച്ഛൻ്റെ, ആ കൊച്ച് ജനിച്ച പിന്നെയാണ് ഈ അച്ഛൻ അങ്ങനെ പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞു കേട്ടോ. അപ്പോഴും എനിക്ക് അത്ര വിഷമമൊന്നുമില്ല. അപ്പോൾ അച്ഛമ്മ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എന്നോടൊരു കാര്യം പറഞ്ഞു, ഇനി നിങ്ങൾ ക്വാർട്ടേഴ്സിൽ നിൽക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാം, ഇനി എന്ത് പ്രശ്നം വന്നാലും അത് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. കാരണം എനിക്ക് വീട്ടിലേക്ക് പോകാൻ, അതായത് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പ്രസവിച്ച് കിടക്കണമെങ്കിൽ ഞാൻ വേറെ ആളെയല്ലേ കല്യാണം കഴിച്ചത്, ഞങ്ങൾ ഒരേ ജാതിയിലുള്ള ഒരാളെ അല്ലല്ലോ കല്യാണം കഴിച്ചത്. അപ്പം വീട്ടിലേക്ക് ഡെലിവറി കഴിഞ്ഞ് കൊണ്ടുവരാൻ കുറേ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനിങ്ങനെ സംഭവിച്ചപ്പോൾ അച്ഛമ്മ അതൊന്നും നോക്കിയില്ല. അങ്ങനെ അച്ഛമ്മ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തന്നെ അച്ഛൻ വരുന്നവരെ ഒരു 28 ദിവസം വരെ വീട്ടിൽ തന്നെ നിന്നു. പിന്നെ അച്ഛന് പതുക്കെ റിക്കവറായി വന്നു. എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു ഇത് തന്നെയായിരുന്നു കേട്ടോ അത്. കാരണം അച്ഛൻ തിരിച്ചു വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ കൊച്ചിനെ എന്നെയൊക്കെ ഒരുപാട് പറഞ്ഞേനെ. അപ്പം അതൊക്കെ ഇതാക്കാൻ വേണ്ടി പിന്നെ ഞാൻ ഒരു ദിവസം അച്ഛനെ വിളിച്ചിട്ട് ചോദിച്ചു കേട്ടോ, എൻ്റെ കൊച്ചു കാരണമാണോ അച്ഛനിങ്ങനെ ആയത് എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ വരാം കേട്ടോ. ബായ്.